നമസ്കാരം. തൃപ്പൂണിത്തറ രാജനഗരിയാണ് തൃപ്പൂണിത്തറ. ഇന്നലെ തൃപ്പൂണിത്തറയിൽ നടന്നത് ഇതുവരെ കാണാത്തൊരു മഹോത്സവമാണ്. പൂർണ്ണശ്രീകൃഷ്ണന്റെ ഉത്സവത്തിനാണ് അവിടെ പതിനായിരങ്ങൾ തടിച്ചു ഓടാറുള്ളത്. എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രൂപത്തിലുള്ള പതിനായിരങ്ങളാണ് തൃപ്പൂണിത്തറയിലേക്ക് ഒഴുകിയെത്തിയത്. ആ ഒഴുകിയെത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ തിങ്ങിക്കൂടിയത് ഒരു ഇഞ്ച്, ഒരു പൂഴി പൂഴി എടുത്തെറിഞ്ഞാൽ പോലും താഴേക്ക് വീഴാൻ പറ്റാത്ത വിധത്തിലുള്ള ജനക്കൂട്ടമായിരുന്നു തൃപ്പൂണിത്തറയിൽ. കഴിഞ്ഞ 6 തവണയായിട്ട്, ഒരു തവണ ഒഴികെ 6 തവണയായിട്ട് അവിടെ നിന്ന് ജയിക്കുന്നത് കെ ബാബുവാണ്. എന്നാൽ ഇത്തവണ അവിടെ മത്സരിക്കുന്നത് കെ ബാബുവല്ല, അജയ് തറയിലാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ അവിടെ ഇത്രയും ജനക്കൂട്ടം വന്നതിന് കാരണം എന്താണ്? അവിടെയാണ് പ്രധാനം. അവിടെ ഇന്നലെ VD സതീഷിൻ്റെ പുതുയുഗ യാത്ര എത്തിയിരുന്നു. ആ പുതുയുഗ യാത്ര കടന്നുപോയ ഏരിയകളെല്ലാം, അങ്ങോട്ട് കടന്നു പോയ ഏരിയകളിലെല്ലാം പതിനായിരങ്ങൾ കൊണ്ട് ഒഴുകിയെത്തിയത്. എവിടുന്നാണ് ഒഴുകിയെത്തിയെന്ന് കെ ബാബുവിന് അറിയില്ല. മാത്രമല്ല സ്വരാജ് ഇത് കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നെഞ്ചെടുപ്പ് കൂടി അവസാനം മോഹാലസ്യപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. അതായത് സ്വരാജ്, നമ്മുടെ യുവ നേതാവ്, ശബരിമലയിൽ മാളികപ്പുറത്തിനെ കൊണ്ട് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച നമ്മുടെ സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഇവിടെ തൃപ്പൂണിത്തറയിൽ എത്തി ആദ്യം ജയിക്കുകയും രണ്ടാമത് തോൽക്കുകയും ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച സ്വരാജ് മാളികപ്പുറത്തിനെ കല്യാണം കഴിപ്പിച്ചതിലൂടെ, അയ്യപ്പനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിലൂടെ അവിടുത്തെ നാട്ടുകാർ കൂടി തോൽപ്പിച്ച് വിട്ട സ്വരാജ് ഇത് കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും പുതുയുഗ യാത്ര പുതിയ ഒരു അനുഭവം തന്നെയാണ്. കേരളത്തിൽ പുതിയൊരു നേതാവ്, കേരളത്തെ നയിക്കാൻ കെൽപ്പുള്ള നേതാവ്, ജനക്കൂട്ടം അംഗീകരിക്കുന്ന നേതാവ്, ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവ് ആയി ആര് വളർന്നിരിക്കുന്നു? VD സതീശൻ, പ്രതിപക്ഷ നേതാവ് വളർന്നിരിക്കുന്നു. ഇത്രയധികം വളരാൻ കാരണം കഴിഞ്ഞ 9.5 വർഷത്തെ ജനവിരുദ്ധ നയങ്ങളുമായി ഭരിച്ച പിണറായി വിജയനാണ്. എല്ലാ മേഖലയിലും അഴിമതി, എല്ലാ മേഖലയിലും സ്വജനപക്ഷപാതം, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഗുണ്ടായിസമാണ്. പിണറായി വിജയൻ്റെ പറയുന്നതനുസരിച്ചുള്ള കള്ളക്കേസ് എടുക്കുന്നു, കള്ളക്കേസിൽ പാവപ്പെട്ടവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു, അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും നടക്കുന്ന സ്വജനപക്ഷപാതവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും എല്ലാം കൊണ്ട്, കൊലപാതകവും, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. 1 ലക്ഷം കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ എങ്കിൽ ഇപ്പോൾ 6.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം. ഈ വിധത്തിൽ കേരളത്തെ മുച്ചോട് നശിപ്പിച്ച് തകർത്തെറിഞ്ഞ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ വിധിയെഴുത്തിന് തയ്യാറായിരിക്കുകയാണ് തൃപ്പൂണിത്തറയും. കെ ബാബു ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അജയ് തറയിൽ മത്സരിക്കാൻ പോണു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അജയ് തറയിൽ ശക്തനായ നേതാവാണ്. അദ്ദേഹം കൃത്യമായി പോരാട്ടം നടത്താൻ കഴിവുള്ള നേതാവാണ്. എതിരായി വരുന്നത് സ്വരാജാണ്. സ്വരാജ് കഴിഞ്ഞ പ്രാവശ്യമേ തോറ്റു, ഇത്തവണയും തോൽക്കാൻ റെഡിയായി നിൽക്കേണ്ടി വരും. അത് കണ്ടിട്ടാണ് കഴിഞ്ഞ തവണത്തെ എല്ലാം മാറ്റി ഇത്തവണ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് സ്വരാജ് വരുന്നത്. എന്നാൽ സ്വരാജ് 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിൽ പോയിട്ടും തോറ്റ് തൊപ്പിട്ടിട്ടാണ് സ്വരാജ് വരുന്നത്. അപ്പം ഇവിടെ വീണ്ടും തോൽക്കാനായിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടായുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ കണ്ട് എന്താണ് സ്വരാജിന് ബോധം കെട്ട് വീഴ്ത്താൻ കാരണം? അവിടേക്ക് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, പുതുയുഗ യാത്ര വന്നപ്പോൾ അവിടെ കൂടിയ ജനക്കൂട്ടത്തിനിടയുടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സ്റ്റേജിനടുത്ത് എത്താൻ പറ്റാത്ത അവസ്ഥയിൽ ജനക്കൂട്ടം ഒന്നിച്ച് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് അദ്ദേഹത്തിന് തോളത്തേറ്റിയിട്ടാണ് നേരെ സ്റ്റേജിലെത്തിച്ചത്. ആ വളരെ രസകരമായ, അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന അനുഭവം ഒന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്.
ഉറപ്പിച്ച് മെജോറിറ്റി കൂട്ടിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്. പുതിയ യാത്രയെ പറ്റി പറയുമ്പോൾ ഒരു പുതിയ നേതാവ് നമ്മുടെ ഇടയിൽ പിറവിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മളൊക്കെ പല തലത്തിലുള്ള നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ശ്രീ കരുണാകരന്റെ രാഷ്ട്രീയ ബുദ്ധിയും രാഷ്ട്രീയ വിവേകവും ശ്രീ കരുണാകരന്റെ ചടുലതയും ഒക്കെ ഒരു വശത്ത് കാണാൻ സാധിക്കുന്നു. മറുവശത്ത് ഞാൻ വേറെ മുഖ്യമന്ത്രിയെടുത്ത് പറയുകയാണെങ്കിൽ ശ്രീ അച്യുതമേനോൻ ഇതിന്റെ ആ വായനാശീലവും ആ പാണ്ഡിത്യവും മറ്റുള്ള പക്ഷേ ഒരു പുതിയ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് നമുക്ക് ഒരു പുതിയ നേതാവിനെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയുഗ യാത്ര നമുക്കൊരു പുതിയുഗ നേതാവിന് നൽകിയിട്ടുണ്ട്. ആ നേതാവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടുള്ള ഈ വരുന്ന ഇലക്ഷനിൽ 100 അല്ല 110 സീറ്റ് പോലും ലഭിക്കാനായിട്ട് സാധ്യത നമുക്കുണ്ട്. തീർച്ചയായിട്ടും 100 ലഭിക്കും. അതിന് എല്ലാ നിപുണതയും അതിനകത്ത് ഉണ്ടാകും, പറവൂരും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന കേരള കോൺഗ്രസിന് ഈ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ കെ ബാബു MLA, വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതാക്കന്മാരെ, പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ, പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഒരു മന്ന മാരുതനായി തുടങ്ങി ഒരു കാറ്റായി, ഒരു കൊടുങ്കാറ്റായി ഇന്ന് വലിയൊരു തരംഗമായി മാറുന്ന ശ്രീ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇതായി രാജനഗരിയിൽ എത്തിച്ചേരുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ ആളുകളും പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ ഭരിച്ച്, കേരളത്തെ മുടിച്ച്, കേരളത്തിലെ സർവനാശത്തിലേക്ക് നയിച്ച പിണറായി ഗവൺമെന്റിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അന്ത്യം കുറിക്കാനുള്ള ഒരു വലിയ പടപ്പുറപ്പാടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. കേരളത്തെ കടക്കണിയിലാക്കിയ, കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്ത, കേരളത്തെ ആരോഗ്യ രംഗത്തെ തകർത്ത, ചെറുപ്പക്കാർക്ക് ജോലിയില്ലാതാക്കിയ, PSC നിയമനങ്ങൾ നടത്താതെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ,
കേരളത്തെ 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ ഇട്ടുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോകും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരള രാഷ്ട്രീയത്തിന്റെ നാശത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു, ഇനി ഈ പിണറായിയുടെയും ഇടതുപക്ഷത്തെയും ഒരു ഭരണം വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീ വി ഡി സതീശൻ ഇതാ കടന്നു വരുന്നു. ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ജന്മനാടാണ് തൃപ്പൂണിത്തുറ. ആ ജന്മനാടായ തൃപ്പൂണിത്തുറയിൽ ശ്രീ വി ഡി സതീശനെ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ തോളിലേറ്റിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ശ്രീ വി ഡി സതീശനെ തോളിലേറ്റിക്കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പുതുയുഗത്തിന്റെ സന്ദേശം എടുത്തിക്കുന്നത്. അങ്ങനെ കേരളം മുഴുവൻ തോളിലേറ്റിയ ഒരു നേതാവ് ശ്രീ വി ഡി സതീശൻ കടന്നു വരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതാ ഈ തൃപ്പൂണിത്തുറയുടെ രാജനഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിലപാടിന്റെ നിലയ്ക്കാത്ത ശബ്ദം 1000 തെരഞ്ഞെടുപ്പുകളിൽ പിന്നോട്ട് പോയാലും വർഗീയതയ്ക്ക് സമരസപ്പെടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ജനപ്രിയ നായകൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ അമരക്കാരൻ വി ഡി സതീശൻ ഇതാ തൃപ്പൂണിത്തുറയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ പ്രവർത്തകർ നെഞ്ചിലേറ്റി ജനപ്രിയ നായകനെ വരവേൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ കെ ബാബു അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാൻ UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ദേവരാജനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയാണ് നമ്മളുടെ ഈ തൃപ്പൂണിത്തുറയിലെ രാജനഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ സമയമെടുക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ കെ ബാബു MLA ആണ്. കഴിഞ്ഞ 30 വർഷക്കാലം നമ്മളുടെ തൃപ്പൂണിത്തുറയിൽ വികസനത്തിൻ്റെ കുതിപ്പുകൾ നൽകിയ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. കേരള രാഷ്ട്രീയത്തിന് ഉത്തമമായിട്ടുള്ള മാതൃകയായിട്ടുള്ള മുൻ മന്ത്രിയും നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കെ ബാബു അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമ്മളുടെ നേതാവ്, നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ വി ഡി സതീശനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതാശംസിക്കുന്നു. പ്രിയപ്പെട്ട നമ്മളുടെ MP-മാരായിട്ടുള്ള നമ്മളുടെ എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ അവർക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതാശംസിക്കുന്നു. പ്രിയപ്പെട്ട MP-മാരായിട്ടുള്ള ശ്രീ ബെന്നി ബെഹന്നാൻ, പ്രിയങ്കരനായിട്ടുള്ള DCCയുടെ പ്രസിഡന്റ്
ശ്രീ മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട MP ശ്രീ ശ്രീകണ്ഠൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലുള്ള MLA-മാരായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർ സാദത്ത്, ശ്രീമാൻ TJ വിനോദ്, മറ്റ് കോൺഗ്രസിന്റെ UDF-ന്റെ ജനപ്രതിനിധികൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള KPCC-യുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ജെയ്സൺ ജോസഫ്, പ്രിയപ്പെട്ട ശ്രീ N വേണുഗോപാൽ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ അജയ് തറയൽ, ശ്രീ MR അഭിലാഷ്, ശ്രീ KB മുഹമ്മദ് ഊട്ടി മാസ്റ്റർ, ശ്രീ PG പ്രസന്നൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ശ്രീ PC പോൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. നമ്മുടെ MP ശ്രീ IB ഈഡൻ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട തൃപ്പൂണിത്തറ നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ പുതുയുഗയാത്രയുടെ നായകൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്ര എറണാകുളത്ത് ക്ഷേത്ര നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളെ നയിക്കുന്ന കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ ജന്മ നിയോജകമണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തറ, ശ്രീ VD സതീശൻ അവറുകൾ. ഈ ജാഥ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ, കാസർഗോട്ട് നിന്ന് കടന്നു വരുന്ന ഈ യാത്രയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള മുദ്രാവാക്യം സർക്കാരിനെ നിശിതമായി വിമർശിക്കുക, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതിനപ്പുറമായി ഈ ജാഥയിലുടനീളം കേരള നിയമനിർമ്മാണ സഭയിൽ കഴിഞ്ഞ 5 വർഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിലനിൽക്കുമ്പോൾ തന്നെ എന്താണ് കേരളത്തിൻ്റെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ നൽകുന്ന ഒരു ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ഓരോ പ്രദേശത്തിലൂടെയും കടന്നു വരുന്നത്. കേരളം നേരിടുന്ന, മലയോര കർഷകർ നേരിടുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധിയും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും, ആരോഗ്യരംഗം ഗുരുതരമായ കെടുകാര്യസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ എല്ലാ വ്യത്യസ്തമാർന്ന മേഖലയെക്കുറിച്ചും, ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം എല്ലാ മേഖലയിലെയും എക്സ്പേർട്സിനെ വെച്ച് കൃത്യമായ കോൺക്ലേവുകൾ നടത്തി അതിന് ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ, കേരളത്തിൻ്റെ വികസന ആശയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കൂടിയാണ് ഈ പുതുയുഗ യാത്ര കടന്നു വരുന്നത്. ആ പുതുയുഗ യാത്ര കടന്നു വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുൻ മന്ത്രി, ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ K ബാബുവിൻ്റെ നിയോജകമണ്ഡലത്തിലേക്കാണ്. കഴിഞ്ഞ 35 വർഷക്കാലം നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു ജനപ്രതിനിധിയെ ഷെയ്പ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ജനപ്രതിനിധികൾക്ക് മാതൃകയായ, ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു ശൈലി രാഷ്ട്രീയത്തിൽ പിന്തുടർന്ന വ്യക്തിത്വമാണ് ശ്രീ K ബാബു. ആ K ബാബുവിൻ്റെ മണ്ണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, തൃപ്പൂണിത്തറയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നത്. അദ്ദേഹം ഇന്നലെ പറവൂരിൽ വികാരനിർഭരമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചു പറയുന്ന അദ്ദേഹത്തിന് വൈകാരികമായി തൃപ്പൂണിത്തുറയോട് വലിയ ബന്ധമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ഈ ജാഥ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷയാണ്. ഈ ജാഥ കേരളത്തിലെ പൊതുസമൂഹം 2 കൈയും നീട്ടി സ്വീകരിച്ച ജാഥയാണ്. ഈ യാത്ര കടന്നു പോകുമ്പോൾ, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 100-ലധികം സീറ്റുകളുമായി കേരള നിയമസഭയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറ അതിൻ്റെ മുൻപിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒരു സംശയമുണ്ടാവില്ല. ഈ പുതുയുഗയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.
ഈ പുതുയുഗ യാത്രയുടെ നായകൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയപ്പെട്ട MP ശ്രീ IB ഈഡൻ, DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഈ വേദിയിലുള്ള ആദരണീയരും ബഹുമാന്യരുമായ ജനപ്രതിനിധികളെ, നേതാക്കളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ പൊതുരാഷ്ട്രീയം എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ നേതാക്കന്മാരും ഇവിടെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളൊന്നും ഈ നട്ടുച്ച നേരത്ത് ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നട്ടുച്ച നേരമായതുകൊണ്ട് ഈ പരിപാടിയുടെ വിജയസാധ്യതയെക്കുറിച്ച് ഒരുപാട് സംശയം സംഘാടകരായ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നിങ്ങളുടെ നിറസാന്നിധ്യം ഇവിടെ ഈ പരിപാടിക്ക് വമ്പിച്ച വിജയമാക്കാൻ ഈ സമയത്തും സാധിച്ചു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആരംഭിച്ച ഈ പുതുയുഗ യാത്ര ആരംഭിച്ചത് UDFൻ്റെ ജാഥയായിട്ടാണെങ്കിലും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജാഥയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ ജാഥയെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വെറുക്കപ്പെട്ട കാലഘട്ടം, ഒരു സർക്കാരിനെ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായത് 2011-ലാണ്. 2006 മുതൽ 2011 വരെ ഭരിച്ച നായനാർ ഗവൺമെൻറ് കാലത്താണ് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അന്നും ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് കഴിയുന്നത്ര വേഗം ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിന് മൂന്നാം തുടർച്ച ഭരണം ഇല്ല എന്ന് യഥാർത്ഥം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ UDFിനേക്കാൾ കൂടുതൽ ബോധ്യമുള്ളത് CPMനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 2 കൊല്ലം കഴിഞ്ഞാൽ പോലും പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാത്ത എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പദ്ധതികളും പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ മുൻവശത്ത് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നടന്ന് കേരളത്തിലുടനീളം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ഹൈബിയും എല്ലാം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരോട് ചോദിച്ചു, ഇവിടെ എന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഏറ്റവും മിനിമം 1 കൊല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേരളത്തിലെ സ്ഥിതി. നടന്ന ഉദ്ഘാടനമാണ് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഖജനാവ് ഇതുപോലെ കൊള്ളയടിച്ച, പാർട്ടിക്കാർക്ക് വേണ്ടി കൊള്ളയടിക്കാൻ അവസരം കൊടുത്ത ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടില്ല. 34 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്താണ് ഇതുപോലുള്ള അക്രമങ്ങളും സ്വജനപക്ഷപാതവും എല്ലാം ബംഗാളിൽ നടന്ന് അവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോയത്. 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ UDF അനുഭാവികൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രമല്ല, CPMനെ പിന്താങ്ങിയിരുന്ന സൈദ്ധാന്തികരായ ആളുകൾക്ക്, ബുദ്ധിജീവികൾക്ക്, പൂക്കാസയ്ക്ക് പുറത്തുള്ള ബുദ്ധിജീവികൾക്കെല്ലാം ഈ ഗവൺമെൻറ് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ടൂർണമെൻ്റായിട്ട് ഇതിനെ കണ്ടാൽ, കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ ടൂർണമെൻ്റ് ട്രോഫി ഏറ്റുവാങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. BJP ഇവിടെ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയട്ടെ, തൃപ്പൂണിത്തുറയിലെ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ചെറിയ നേട്ടമുണ്ടായി. 6 മാസത്തും കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പൂരം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, തൃപ്പൂണിത്തുറ അല്ല, ഈ നഗരത്തിൽ കാണുന്ന സ്ഥിതിയല്ല തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലുള്ളത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDF മുൻകാലത്തേക്കാൾ കൂടുതൽ വിജയം ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. CPMനും ആ കാര്യം മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ പൊതു അന്തരീക്ഷം ഇതാണ്. കേരളത്തിൽ നമ്മളെല്ലാം പറയുന്ന പോലെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ
തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു സെമി ഫൈനലായിരുന്നു. അടുത്ത് വരാൻ പോകുന്ന ഫൈനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈനലിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. വേണമെങ്കിൽ BJP-ക്കാർക്കും CPM-നും ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാം. ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ തോറ്റവർക്കും ഫൈനലിൽ തോറ്റവർക്കും കൂടിയിട്ടുള്ള കളിയാണ് ലൂസേഴ്സ് ഫൈനൽ. ആ ലൂസേഴ്സ് ഫൈനലിൽ കളിക്കാൻ മാത്രമേ BJP-യും CPM-ഉം കേരളത്തിൽ വളർന്നിട്ടുള്ളൂ എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 35 വർഷമായി 91 മുതൽ ഞാനിവിടെ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. ഞാൻ ഈ ഇവിടേക്ക് വരുമ്പോൾ ഞാനും ബെന്നിയും ഡൊമിനിക്കും എല്ലാം കൂടി എറണാകുളത്തൊരു വീട്ടിൽ ഒത്തുകൂടുമ്പോഴാണ് ഞാൻ തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നത്. അന്ന് ഞാൻ തോൽക്കാൻ വേണ്ടി പോലും ചോദിച്ച സീറ്റായിരുന്നില്ല തൃപ്പൂണിത്തുറ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ AK ആന്റണി എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നും ശരിയായില്ല, പോയി നോക്ക് എന്ന് പറഞ്ഞു. അന്ന് ദിവംഗതനായ ഞങ്ങളോടൊപ്പം DC സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർ എടപ്പള്ളിയിൽ നിയോജകമണ്ഡലത്തിലെ വോട്ടറായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ബാബു ഇങ്ങോട്ട് വരുന്നത്? അത് എന്നോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ 91-ൽ കൈവീശി വന്ന എന്നെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും നിങ്ങളും കൈനീട്ടി സ്വീകരിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നിങ്ങളാണ് നൽകിയത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. 7 പ്രാവശ്യം മത്സരിക്കാൻ അവസരമുണ്ടായി. അതിൽ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു. ആ കാര്യങ്ങളിപ്പോൾ ഞാൻ വിലയിരുത്താൻ മുതിരുന്നില്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യമാണ് അത്. ശ്രീ സതീശനും മറ്റ് നേതാക്കന്മാർക്കും എല്ലാം അറിയാം, IB-ക്ക് ഉൾപ്പെടെ അറിയാം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് സീറ്റ് കിട്ടിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. ഒരു പരിധി വിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സീറ്റില്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് വരെ പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായി. എന്നാൽ ഇത്തവണ ശ്രീ സതീശനുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും AK ആന്റണി ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇത്തവണ മത്സരിക്കണം. സതീശൻ എന്നോട് പറഞ്ഞു, ഞാനില്ല എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ വിശ്വാസമാണ് എന്നിൽ അർപ്പിച്ചത്. ഞാൻ അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിയോജകമണ്ഡലത്തിൽ 7 പ്രാവശ്യവും ഇതുപോലെ ജാഥകൾ വന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി UDF-ൻ്റെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ UDF-ന് വേണ്ടി കൈവക്കാൻ തൃപ്പൂണിത്തുറയിലെ MLA ഉണ്ടാവും എന്ന് ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രാവശ്യം മാത്രം പാളിപ്പോയി, ചെറിയ നിസ്സാര വോട്ടിന് പാളിപ്പോയി. ഏതായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഗവർണറുടെ മുമ്പിൽ ശ്രീ സതീശന് കൊടുക്കാൻ കേരളത്തിലെ UDF-ന് കൊടുക്കുന്ന ലിസ്റ്റിൽ MLA-മാരുടെ പട്ടികയിൽ തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് MLA ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത്ര അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ നിയോജകമണ്ഡലത്തിലും കേരളത്തിലും ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും നമ്മുടെ പാർട്ടി ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളോടെല്ലാം നമ്മൾ കോൺഗ്രസ് പാർട്ടിയോടും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ. ആ കടപ്പാട് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം ആരംഭിച്ച സന്ദർഭം, ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ തുടങ്ങിയ കാലത്തുള്ള തൃപ്പൂണിത്തുറ അല്ല ഇന്ന്. തൃപ്പൂണിത്തുറയിലെ വലിയൊരു ഭാഗം തൃക്കാക്കരയിലേക്കും കുറച്ചു ഭാഗം ഒരു പഞ്ചായത്ത് എറണാകുളത്തേക്കും പോയി. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പ്രതിദാനം ചെയ്ത പള്ളുരുത്തിയാണ് തൃപ്പൂണിത്തുറയിൽ ഭൂരിപക്ഷം പ്രദേശവും. ഞാനും സതീശനും ഒരു ബെഞ്ചിലിരുന്ന്, ഞങ്ങൾ അസംബ്ലിയിൽ ഒരു ബെഞ്ചിലാണ് ഇരുന്നത് ഒരു ടൈം. അപ്പോൾ സതീശൻ എന്നോട് പറയും, തൃപ്പൂണിത്തുറയിൽ ഞാൻ നിന്നാൽ ജയിക്കും, ഞാൻ മാത്രമേ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഞാനില്ല. പക്ഷെ എന്നാലും ഈ പുതിയ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ 2011 വന്നപ്പോൾ
നിങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി നമുക്ക് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. പിന്നീട് ഒന്ന് കാലിടറി എങ്കിലും വീണ്ടും നമുക്ക് ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള കടപ്പാട് നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ജയ് ഹിന്ദ്. മറുപടി പ്രസംഗത്തിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഈ നാടിൻ്റെ ഏറ്റവും ജനകീയനായ, കേരളത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ MLA ശ്രീ ബാബുച്ചേട്ടൻ, നമ്മുടെ MP മാരായ ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ ശ്രീകണ്ഠൻ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട അവിടെ എവിടെയെങ്കിലും ഇരുത്തുന്നേ, അവിടെ ഒരു കസേരയിൽ ഇരുത്ത്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുതിയുഗ യാത്ര തൃപ്പൂണിത്തുറയിലെത്തിയിരിക്കുക. സത്യത്തിൽ എൻ്റെ ബാല്യവും കൗമാരവും ഞാൻ പിന്നിട്ട സ്ഥലമാണ്. ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ്. ഞാൻ സൈക്കിൾ ചവിട്ടി നെട്ടൂരിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ വരാത്ത ഒരു സ്ഥലവുമില്ല. ഞാൻ പറവൂരിൽ 25 വർഷമായി MLA ആണെങ്കിലും ഞാൻ തൃപ്പൂണിത്തുറയിലെ എല്ലാ പ്രദേശത്തും പ്രസംഗിച്ചതുപോലെ, കോർണർ മീറ്റിങ്ങിലും ചെറിയ യോഗത്തിലും പ്രസംഗിച്ചതുപോലെ ഞാൻ പറവൂരിൽ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. അത്ര എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ KSU ആയിരിക്കുമ്പോൾ മുതൽ ഇവിടെ ഓരോ മുക്കിലും മൂലയിലെയും പരിപാടികളിൽ വന്ന് സംസാരിച്ചിരുന്ന ആളാണ്. കോളേജിൽ പഠിക്കുമ്പോൾ, തേവര കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അത്രമാത്രം ഹൃദയബന്ധം ഇവിടുത്തെ പാർട്ടിക്കാരും ഏറ്റവും സീനിയറായിട്ടുള്ള പാർട്ടിക്കാരും പുതിയ തലമുറയും എല്ലാവരുമായി വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ്, അന്ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം അല്ല എൻ്റേത്, പള്ളുരുത്തിയാണ്. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനാണ് ഞങ്ങളുടെ MLA അന്ന് K. ബാബു 91 അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതുപോലെ അന്നൊരാൾ വന്നങ്ങ് മത്സരിക്കുക, പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പണിയും അറിയാവുന്ന ഒരാളാണ് വന്നതെന്ന് അന്ന് ഇവിടെ ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം തിരഞ്ഞെടുപ്പ് എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ആ തിരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായി വൃത്തിയായി കൈകാര്യം ചെയ്തു. ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നീട് MLA മാരായ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ബാബുച്ചേട്ടനായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മാതൃക. സത്യത്തിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ കാരണം നമ്മുടെ ജീവിതം ഇല്ലാതായിരുന്നു. സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ബാബുച്ചേട്ടനെ പറ്റി. കാരണം അത്രയും പുള്ളി ജോലി ചെയ്യാണ്. അപ്പം നമുക്കൊന്നും ജോലി ചെയ്യാതിരിക്കാൻ ഒരു മാർഗമില്ല, വേറെ ഒരു മാർഗമില്ല. അപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യും. അത് തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, ബാക്കി എല്ലാ സ്ഥലത്തും. ഞങ്ങൾ കുറേ കഥകൾ അന്ന് ഇറക്കി തുടങ്ങി, ഇദ്ദേഹത്തെക്കുറിച്ച് ഇറക്കി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. പുള്ളി 24/7 വർക്ക് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഉണ്ടാവും. ഉമ്മൻചാണ്ടി നിയോജക മണ്ഡലത്തിൽ പുറത്തും പോവും. സ്വന്തം നിയോജക മണ്ഡലത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ വർക്ക് ചെയ്ത ഒരു MLA വേറെ ഇല്ല. ഞാൻ 25 നൂറ്റാണ്ട് പൂർത്തിയാക്കിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 3/2 ഭാഗം ജോലി ചെയ്തിട്ടില്ല. എനിക്ക് അറിയാം, നമ്മളാരും ഡൊമിനിക്കും ചെയ്തിട്ടില്ല. ഞങ്ങളാരും ഇപ്പോൾ ഉള്ളത് സാദത്ത് മോശക്കാരനല്ല, വിനോദമൊന്നും മോശക്കാരായിട്ടല്ല, പക്ഷേ ഇതുപോലെ ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് പൂർണ്ണമായ സമർപ്പണമായിരുന്നു. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ജനപ്രതിനിധി എന്നതിൻ്റെ അതെല്ലാം അത് ഒരു പുതിയ നിർവചനം കൊടുത്തൊരു ജനപ്രതിനിധിയായിരുന്നു ബാബുച്ചേട്ടൻ്റെ കാര്യം സംശയം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ പ്രാഗിയിട്ടുണ്ട്, ഈ മനുഷ്യൻ കാരണം നമുക്ക് ജീവിതം ഇല്ലാതായി എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയും. കാരണം പുള്ളിയാണല്ലോ ഇവിടെ, അതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ഔട്ടായി പോവും എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലും കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യത്തിലും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ
വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മലബാറിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വയ്ക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി ഇല്ല, ലൈഫിലാണ്, അവർക്ക് വീടും കിട്ടുന്നില്ല. അത് കാരണം ബാബുചേട്ടൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2011 തൊട്ട് 16 വരെ ഞാൻ പണിതത് 400 വീടാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾ അപേക്ഷിച്ചവർക്ക് മുഴുവൻ വീട്, ഞാൻ അദ്ദേഹത്തോട് വന്നിട്ട് നന്ദി പറഞ്ഞു, മുഴുവൻ പേർക്കും വീട് കൊടുത്ത്. ഇപ്പോൾ പറ്റുമോ? ഇപ്പോൾ പറ്റില്ല. അന്ന് അത്രമാത്രം കാര്യങ്ങൾ, ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ റോഡുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഫങ്ഷൻ ചെയ്തിരുന്നത് എല്ലാവർക്കും മാതൃകയാണ്. ഒരു ചെറിയ കാര്യം നമ്മൾ പറഞ്ഞാൽ തിരിച്ചു വിളിച്ച് നമ്മളോട് പറയും ഓഫീസിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചു വിളിച്ച് പറയും. ഏറ്റവും മനോഹരമായി ആ ഓഫീസും എല്ലാം കൊണ്ടുപോയ ഒരാളാണ്. ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹവും ശിവശങ്കരനും ഡൊമിനിക് പ്രസൻറ്റേഷനും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് ഒരു പദയാത്രയായി നെട്ടൂരിൽ വന്നിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു വിടില്ല. ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കോന്തുരുത്തി കടവിൽ വെച്ച് ഇവരെ സ്വീകരിച്ച് ഇവർക്ക് എല്ലാവർക്കും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനും ശ്രീ കെ ബാബുവിനും 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ച ഒരാളാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നവർക്ക് രണ്ടുപേർക്കും വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആളാണ്. പിന്നീട് അദ്ദേഹത്തോടൊപ്പം MLA ആയിരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും 2006 മുതൽ 2011 വരെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം ഒരു ജനകീയനായ നല്ല പാർലമെൻറ്റേറിയൻ ആയിരുന്നു. നല്ല അസംബ്ലിയിലൊക്കെ നല്ല ചുട്ട മറുപടി കൊടുക്കാൻ അറിയാവുന്ന നല്ല പാർലമെൻറ്റേറിയനായിരുന്നു. നല്ല കുത്തുവാക്ക് പറയാനും അറിയാം, അത് നേരത്തെ അറിയാം. അത് നല്ല രസമായിട്ട് പറയും, ഭയങ്കര രസമായിട്ട് പറയും. അത് ദ്വയാർത്ഥത്തിലൊക്കെ സംസാരിക്കും, ഭയങ്കര രസമായിട്ട്. അപ്പോൾ ചിലപ്പോൾ സഭ നന്നായി പോവായിരിക്കും, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോൾ ഇങ്ങനെ പോയാൽ പോരല്ലോ എന്ന് വയ്ക്കും. പിന്നെ ഒരു 2 മിനിറ്റ് മതി, സഭയുടെ അന്തരീക്ഷം മുഴുവൻ മാറും. അതിനൊക്കെയുള്ള എല്ലാ പണി അറിയാവുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം MLA ആയിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഒരിക്കൽ പോലും ഒരു ചെറിയ കാര്യത്തിൽ പോലും അദ്ദേഹമായിട്ട് പിണങ്ങേണ്ടി വന്നിട്ടില്ല എന്നതുകൂടി, ഒരു കാര്യത്തിലും പിണങ്ങേണ്ടി വന്നിട്ടില്ല എന്നതുകൂടി സന്തോഷകരമാണ്. മുഖത്തടിച്ച പോലെ വർത്തമാനം പറയുമല്ലോ, ആരോടാണെങ്കിലും പറയും, പറയുന്നതാണ്, അല്ലാതെ അപ്പുറത്ത് പോയിട്ട് വേറെ പറയില്ല. നമ്മളോടൊന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വേറെ പറയില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും മാതൃകാ ജനപ്രതിനിധിയായിരുന്നു കെ ബാബു. സത്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഉറപ്പായിട്ടും മത്സരിക്കണം. നമുക്ക് തൃപ്പൂണിത്തുറ MLA എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു പറഞ്ഞു, ഒരു കാരണവശാലും മാറരുത്, ഉറപ്പായും മത്സരിക്കണം എന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹത്തോട് പറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് നീ അങ്ങനെ പറഞ്ഞതിന് നല്ല കാര്യം, പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളോട് ആരോടും പറയാതെ ഒരു ദിവസം വീണ്ടും നിർബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. എങ്കിലും എല്ലാ കാലത്തും ജനങ്ങൾ ഓർത്തിരിക്കും. ഇനി വന്നവരുടെയൊക്കെ പാടായിരിക്കും. ഇവിടെ MLA വന്നവരുടെയൊക്കെ സ്ഥിതി ഓർത്തിട്ട് ഞാൻ ചിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഓടി എല്ലാ സ്ഥലത്തും എത്താൻ അടുത്ത ആൾ വരുന്ന ആളുടെ തലകുത്തി നിൽക്കേണ്ടി വരും, അടുത്ത ജനപ്രതിനിധിയായിട്ട് വരുന്ന ആളുകളുടെ. ഞാൻ അദ്ദേഹത്തിന് എല്ലാ സ്നേഹവും എല്ലാ ഇതും വെച്ച് ആദരവുകൾ അർപ്പിക്കുന്നു. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല, എല്ലാവരും നേതാക്കളെല്ലാം പ്രസംഗിച്ചതാണ്. പുതുയുഗയാത്ര ജനങ്ങളുടെ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു യുഗപ്പിറവിക്ക് തുടക്കം കുറിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ ഗവൺമെൻറ് സകല രംഗത്തും എല്ലാവരും പറഞ്ഞു തകർത്തു തരിപ്പണമാക്കി. നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ തകർന്നു, ആരോഗ്യ മേഖല തകർന്നു, ഇല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു, KSRTC പോയി, KSEB പോയി, സപ്ലൈകോ പോയി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, ക്ഷേമനിധികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തകർന്നു. അടുത്തത് തകരാൻ പോകുന്നത് ചുവട്ട് തൊഴിലാളി ക്ഷേമനിധിയാണ്. 7 ക്ഷേമനിധികളാണ് തകരുന്നത്.
ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി 12 മാസം ഒന്നാം സ്ഥാനത്താണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ സമ്പദ്ഘടന തകർത്തു. 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിൽ. ആ സാമ്പത്തിക പ്രയാസം സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ഞാൻ പറയും, ഒരു ബാങ്കിൽ നിന്നൊരു ജപ്തി നോട്ടീസെങ്കിലും വരാത്ത ഒരാളെ കണ്ടാൽ ഭാഗ്യവാനാണെന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് പറയാം. മിക്കവർക്കും കൊണ്ടൊരു ജപ്തി നോട്ടീസ്. എല്ലാവരും പ്രയാസത്തിലാണ്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ചെലവ് ഞാൻ പറയുന്നു 2 വർഷം കൊണ്ട് ഒരു 20,000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. വലിയ കുടുംബത്തിലൊന്നുമല്ല, സാമ്പത്തിക കുടുംബത്തിലല്ല, ഇടത്തരം കുടുംബത്തിൽ. ആരുടെയാണ് വരുമാനം വർദ്ധിച്ചിരിക്കുന്നത്? ഒരാളുടെയും വരുമാനം വർദ്ധിച്ചു. ജീവിതം ഇവർ ദുസ്സഹമാക്കി. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ്. അയ്യപ്പൻ്റെ സ്വർണം വരെ ഇവർ മോഷ്ടിച്ചു, ഇല്ലേ? 3 CPM നേതാക്കന്മാർ ജയിലിലാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന്. വീണ്ടും അവർ കക്കാൻ നോക്കിയപ്പോഴാണ് കോടതി ഇടപെട്ടത്. ഈ മോഷണം നടക്കുകയാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് കവർന്നെടുക്കുകയാണ്. കേരളത്തെ മുഴുവൻ തകർത്തു. ആ കേരളത്തെ, ഇവർ തകർത്ത കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സമഗ്രമായ പദ്ധതികളുമായി ഇവർ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ രംഗത്തെ നമുക്ക് കൈപിടിച്ച് ആരോഗ്യവതിയാക്കി നടത്തണം. വിദ്യാഭ്യാസ മേഖലയെ ഉണർത്തണം. നമ്മുടെ കുട്ടികളൊക്കെ 40-50 ലക്ഷം രൂപ മുടക്കി വിദേശത്ത് പോയി പഠിക്കുകയാണ്, കിടപ്പാടം പണയപ്പെടുത്തി. അവരവിടെ പോയി പഠിക്കുന്ന കോഴ്സുകൾ നമുക്ക് ഇവിടെ തുടങ്ങണം. ഇവിടെ കാർഷിക മേഖലയിൽ വ്യത്യാസം വരണം, ആരോഗ്യ മേഖലയിൽ വ്യത്യാസം വരണം. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തൊഴിൽ വേണം, സംരംഭം തുടങ്ങാൻ സഹായിക്കണം. ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണം. കേരളത്തിനൊരു മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഗ്രഹപാഠം ചെയ്ത സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവർ വർഗീയത പ്രചരിപ്പിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്, ഒരാളും വർഗീയത പറയേണ്ട, വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും എന്നാണ്. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ അതിനെ ശക്തിയായി എതിർക്കും. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മൾ അതിനെ വെള്ളം ചേർക്കില്ല. നമുക്കൊരു കേരളം ഉണ്ടാകണം. നമ്മുടെ മക്കളും അവരുടെ മക്കളുമെല്ലാം സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു കേരളം. അതിനെ തടസ്സപ്പെടുത്താൻ ആര് വന്നാലും നമ്മളതിനെ ചോദ്യം ചെയ്യും. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇപ്പോൾ അവർ നടത്തുന്നത് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഒരു വിലയുമില്ല. ഒരു തരത്തിലും അവർക്ക് വിശ്വാസ്യതയില്ലാതായിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്നിട്ട് കേരളം മുഴുവൻ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ബോർഡ് വയ്ക്കുകയാണ്. എല്ലാം ശരിയാക്കി എന്നാണ് പറയുന്നത്. എല്ലാം ശരിയാക്കി, അല്ലേ? വേറെ അർത്ഥത്തിൽ എല്ലാം ശരിയാക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. കേരളം തകർന്നിരിക്കുകയാണ്. ആ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ചുമതലയാണ് UDF ജനങ്ങളോട് പറയുന്നത്. ജനങ്ങളോട് UDF നൽകുന്ന വാക്ക്, നമ്മൾ വന്നാൽ ഗുഡ് ഗവേണൻസ് ഉണ്ടാവും, സദ്ഭരണം ഈ നാട്ടിലുണ്ടാവും. അതാണ് വാക്ക്. 2, കേരളം പുറകിലേക്ക് നടക്കില്ല. കേരളം ഇനി, നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യും. ഈ പാവപ്പെട്ട് നമ്മൾ ഖജനാവ് നിറയ്ക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ ഖജനാവിൽ പണം ഉണ്ടാക്കണം. അതാണ് സർക്കാരിൻ്റെ ജോലി. സർക്കാർ ഖജനാവ് നിറച്ചാൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റി, അവൻ്റെ വിഷമങ്ങൾ മാറ്റി, അവൻ്റെ കണ്ണീരൊപ്പി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി നമുക്ക് ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റണം. നമ്മൾ ഈ ജാഥയുമായി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ഇവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിജയിക്കുന്നതിനുള്ള പദ്ധതി നമ്മൾ അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും, ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല UDF വരുന്നത്, കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ് വരുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഇതൊരു ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ തിരശീല ഉയരുകയാണ് കേരളത്തിൽ. പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. നമ്മുടെ UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും.
നമ്മുടെ പ്രിയങ്കരനായ MLA ബാബുചേട്ടൻ പറഞ്ഞതുപോലെ തൃപ്പൂണിത്തുറയിൽ നമുക്കൊരു UDF MLA നല്ല ഭൂരിപക്ഷത്തിൽ അതിനെ വിജയിക്കും. ഞാൻ നിങ്ങളെ ആ ചുമതല ഏൽപ്പിക്കുന്നു. നിങ്ങളത് ഏറ്റെടുക്കും എന്ന് ഞാൻ കരുതുന്നു. ഉറപ്പല്ലേ? നല്ല ഭൂരിപക്ഷത്തിൽ തൃപ്പൂണിത്തുറയിലെ MLA ഉണ്ടാകും. നിങ്ങൾ നൽകിയ ഈ നട്ടുച്ചയ്ക്ക് പുരിവെയിൽ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും.